നമ്മൾ ആദ്യം വരുമ്പോഴേ കാണുന്ന കാഴ്ച ഇതാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഇത് കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം അത്ഭുതത്തോടാണ് ഇവിടെ നോക്കുന്നത്. നമ്മളും അത്ഭുതത്തോടാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം വർക്കല ബീച്ചിലാണ്. മിനി ഗോവ എന്നറിയപ്പെടുന്ന നമ്മുടെ വർക്കല ബീച്ചിലെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതലൊക്കെ പാരാഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പറക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് 4500 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 4500 രൂപ എടുത്ത് നമ്മുടെ നേരെ വർക്കല ബീച്ചിലോട്ട് വന്നാൽ മതി. നമുക്കും ഇങ്ങനെ പറക്കാം. എങ്ങനെയാണ് ഇതിനകത്ത് മറ്റുള്ളവരിരുന്ന് പറക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യാത്തത്. എനിക്കിവിടെ താഴ്ന്നു നോക്കിയിട്ട് തന്നെ ഇത് തലറങ്ങുമായിരുന്നു മേളിലോട്ട് നോക്കുമ്പോൾ. പക്ഷേ ഇത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഇതിനകത്ത് ഇരിക്കുമ്പോഴും നല്ല വൈബാണ്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരിക്കും. അങ്ങോട്ട് നോക്കൂ, എടുത്ത് മാറ്റാ. നമ്മളിപ്പം വന്നത് ഹെലിപ്പാഡിലാണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ നൈസ് വ്യൂ ഒക്കെ നമുക്ക് കാണാം. നമുക്ക് അപ്പുറത്ത് ബീച്ച് സൈഡിലും വരാം കേട്ടോ. ഞങ്ങൾ നേരത്തെയൊക്കെ ബൈക്കും കൊണ്ടൊക്കെ വരുമ്പോൾ അപ്പുറത്തെ സൈഡിലായിരുന്നു വരുന്നത്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകാം. അങ്ങനെ നല്ല രസമാണ്. അപ്പോൾ ഇവിടുന്ന് കണ്ടോ, ഇത് താഴോട്ട് ഇടിഞ്ഞു പോയതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേന് സൂക്ഷിച്ച് നിൽക്കണം. കാരണം ഇത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അധികം നേരം നിൽക്കാത്തതാണ് നമുക്ക് നല്ലത്. ഇനി നമ്മൾ നേരെ കടയിലൊന്നും കയറിയില്ല. തിരിച്ചു വരുമ്പോൾ നമുക്ക് കടകളൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ഈ സ്റ്റെപ്പ് ഇറങ്ങും കേട്ടോ. ഈ പടി ഇറങ്ങുന്നത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ഇതിങ്ങനെ കുത്തനെ കിടക്കുക. ഇവിടെ അപകടങ്ങൾ ശരിക്കും ഉണ്ടാവും. ആദിയുടെ കയ്യിൽ ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞ് അവൻ സൂക്ഷിച്ച് ഇറങ്ങി പോവുക. ഞാൻ അവൻ്റെ പുറകെ തന്നെ ഉണ്ട്. അവനാണെങ്കിൽ സ്പീഡിലാണ് ഇറങ്ങി പോകുന്നത്. പക്ഷേ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കുക. കാരണം ഇവൻ പിന്നെ ശ്രദ്ധിച്ചു പോകുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പേരെന്താ ചേച്ചിയുടെ പേര്? അങ്ങനെ നമ്മുടെ ഈ ഒരു സ്വാമിജി പറഞ്ഞു തരുമായിരുന്നു, കുറേ പിള്ളേരിങ്ങനെ ആ കല്ലിലൊക്കെ ഇടിച്ച് വീണിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരരുത് എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഭാവി ഭൂതം വർത്താനമൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞ് 200 രൂപ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടോ. ഫുൾ ഉടായിപ്പാണ്. ആരെങ്കിലും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇയാളെ കാണരുത്. ഇയാളെ നല്ല ആരെയും കാണരുത്. കാരണം ഒരുപാട് വിശ്വാസമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വിശ്വസിക്കും. എൻ്റെ ഭർത്താവ് മരിച്ചു പോവും, നമ്മുടെ ഭർത്താക്കന്മാർക്ക് ദോഷമാണ്, നമുക്ക് ദോഷമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. ഇതൊക്കെ ഫുൾ ഉടായിപ്പ്. ആ പേന കാണിക്കുമ്പോഴാണ് തത്ത ആ കാർഡ് എടുത്ത് നമ്മുടെ കയ്യിലൊക്കെ തരുന്നത്. എന്നിട്ട് നമ്മളോട് വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. എന്നാലും നമ്മൾ കുറച്ചൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ എൻ്റെ അനിച്ചേട്ടനാണെങ്കിൽ അവിടെ എല്ലാം അയാളെ തപ്പി നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ 1200 1500 തന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഏലസ് ഉണ്ട്, അത് വാങ്ങിച്ചിട്ട് ഈ കടലിലൊഴുക്കി വീട്ടിൽ ചെന്ന് എണ്ണ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നവും മാറുമെന്ന്. ഇതൊക്കെയാണ് ഇവിടെ വരുന്ന. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കാരണം ഇവിടെ വെള്ളത്തിൽ കുളിക്കാം, കുറച്ചധികം നമുക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ മൊത്തം കരഭാഗം ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റും. നല്ല രസമാണ്. നമ്മൾ ഈ വീഗാലാൻഡിലൊക്കെ പോയ ഒരു അനുഭവം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അസ്തമയം കാണാം. മൊത്തത്തിൽ നല്ല രസമാണ്. ഇവിടെ വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വർക്കല ബീച്ചിലൊക്കെ ഒരു ഞായറാഴ്ച ദിവസമോ എല്ലാവരുമായിട്ടൊക്കെ വരണം കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് പോകാൻ പറ്റും.
ആദ്യമാണെങ്കിൽ കടൽ കണ്ടാൽ പിന്നെ വരത്തില്ല കേട്ടോ. അതെല്ലാ കൊച്ചു പിള്ളേരുടെയും സ്വഭാവം അങ്ങനെയാണെന്നല്ല. വെള്ളം കണ്ടാൽ പിന്നെ അവർ വരത്തില്ല. അങ്ങനെ പിന്നെ ചൂട് കിട്ടട്ടെന്നും പറഞ്ഞ് മണലിക്കൂടെ കിടന്ന് ഓടുന്നുണ്ട്. എനിക്ക് ചൂട് കിട്ടണമെന്ന് പറഞ്ഞു, തണുത്ത് വിറച്ച്. ഇനിയിപ്പോൾ വണ്ടി ചെന്നിട്ട് അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്തായാലും. പക്ഷേ എൻ്റെ ദേഹം മൊത്തം നനഞ്ഞു കേട്ടോ. നമ്മൾ കാണുമ്പോൾ എന്തായാലും ഇറങ്ങിപ്പോവും. പിന്നെ ഇനി ഈ സ്റ്റെപ്പ് മേളിലോട്ട് കയറുന്നതാണ് നമ്മുടെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഇറങ്ങുന്നതിനേക്കാൾ പാടാണ് നമുക്ക് കയറി പോകാൻ വേണ്ടി. ആദ്യമൊക്കെ ഓടിയാണ് കയറുന്നത്. അവൻ്റെ പുറകെ ഞാൻ ഉണ്ടായതുകൊണ്ട് അവനെ ഞാനിങ്ങനെ പിടിക്കുന്നുണ്ട്. പിടിച്ച് അവൻ നിൽക്കത്തില്ല, കയ്യിൽ വിട്ടാ ഓടുന്നത്. പക്ഷെ അവൻ ശ്രദ്ധിച്ചേ പോകത്തുള്ളൂ. എൻ്റെ പിടിച്ച് ഇങ്ങനെ കയറുന്നുണ്ട്. നമ്മൾ മേളിൽ ചെല്ലുമ്പോഴത്തേന് പട്ടി അണയ്ക്കുന്ന പോലെ നമ്മൾ അണയ്ക്കും കേട്ടോ. അമ്മാതിരിയുള്ള പടിയാണ്. അങ്ങനെ നമ്മളിനി കടകളൊക്കെ കാണാൻ പോവാം കേട്ടോ. ഇനി ഒരു നിരയിലോട്ട് നമുക്ക് നടക്കാം. അപ്പോൾ ഇവിടെ പട്ടികളൊക്കെ കണ്ടോ ഇങ്ങനെ നോക്കിയിരിക്കുന്നതുണ്ട്. ഇവരൊക്കെ ഫുഡ് കൊടുക്കും കേട്ടോ. സായിപ്പന്മാർക്ക് നമ്മുടെ നാടൻ പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അവിടുത്തെ പട്ടികളുടെ കൂട്ടി ഇത് ഉപദ്രവകാരികളൊന്നുമല്ല. എല്ലായിടത്തും ഉണ്ട് ഇങ്ങനെ പട്ടി പൂച്ച എല്ലാവരുടെ ഉണ്ട്. എല്ലാം നമ്മളെ മനുഷ്യന്മാരുമായിട്ട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്നത് കൊണ്ട് ഉപദ്രവകാരികളൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കുറേ കടകളൊക്കെ കണ്ട് എനിക്കൊരു മാലയൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഒരു മാലയ്ക്കൊക്കെ വില ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് 2500 ലാസ്റ്റ് പ്രൈസ് 1500. 1500 രൂപയുടെ മാല ഇടേണ്ട ആവശ്യമൊന്നും എന്തായാലും നമുക്കിപ്പം തൽക്കാലമില്ല. പിന്നെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ. ആൻറ്റിക് സാധനങ്ങൾ കാണുമ്പോൾ നമുക്കെല്ലാം നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതെല്ലാം വിദേശികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ ഒരു നൈറ്റ് കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമുക്കിങ്ങനെ ചിലയിടത്ത് പാട്ടുണ്ട്, ചിലയിടത്ത് വയലിൻ വായിക്കുന്നത്, അങ്ങനത്തെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ പിന്നെ എല്ലാ സായിപ്പന്മാരിങ്ങനെ ക്യാൻഡിൽ ലൈറ്റിൻ്റെ ഇതിൽ ഫുഡ് കഴിക്കുന്നതും അതൊക്കെ നല്ല രസമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. ഞാനിങ്ങനെ മാലയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തത്ര വിലയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ഉണ്ട്, ഇത് കണ്ടോ ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിന് 350 രൂപ 450 രൂപയൊക്കെ ഉള്ളൂ. ഈ മാല ഇതങ്ങ് എൻ്റെ വരെ ഉണ്ട് കേട്ടോ. ഞങ്ങളെ കൊണ്ട് അഞ്ചേട്ടൻ ഒരു 1.5-3 മണിക്കൂർ നടത്തിച്ച്. കാരണം ഇത് കുറേ ഇങ്ങനെ ലൈറ്റ് കണ്ട് നമുക്ക് കുറേ അങ്ങേ അറ്റത്ത് വരെ പോകാം. അങ്ങേ അറ്റത്ത് പോകുമ്പോൾ ഒരു റെസ്റ്റോറൻ്റാണ്. പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കുറച്ച് പോകാൻ പറ്റും. അവിടെ വന്നപ്പോഴത്തേന് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ. ഇനി നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുക ചെയ്തത്. ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നല്ല മണോ, നല്ല ചന്ദനത്തിരിയാണോ എന്തുവാണോ കത്തിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ നല്ല മണവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. നമുക്ക് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ പോവാം. പിന്നെ എല്ലാ കടകളിലും ഇതുപോലെ ആളിരിപ്പുണ്ട്. പക്ഷെ നമ്മളെന്തെങ്കിലും ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ല. പിന്നെ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ കയറുക, എടുക്കുക, പൈസ കൊടുക്കുക, പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ പൂളുള്ള ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഹോം സ്റ്റേ പോലത്തെ
രാത്രി കാണാനൊന്നുമില്ല, രാത്രിയല്ലേ കാണാനുള്ളത്. അയ്യോ ഞങ്ങളങ്ങനെ കുറേ നടന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുറച്ചിനി ഒരു 2-3 കടകളും കൂടി ഉള്ളു. അവിടം വരെ ഞങ്ങൾ നടന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്ന് അതിനുശേഷം ഞാനാണെങ്കിൽ ഒരു ചെറിയ മുട്ടായിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഈ മുട്ടായി ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ അനുഷ്ഠിച്ചിട്ട് ഫോറിൻ മുട്ടായി ആണെന്ന് പറഞ്ഞൊക്കെയാണ് വാങ്ങിക്കുന്നത്. 250 രൂപയായി ഈ മുട്ടായിക്ക്. പക്ഷേ 5 മിനിറ്റ് പോലും ഇല്ല, ഞങ്ങളത് കഴിച്ച് തീർത്ത് പെട്ടെന്ന് തന്നെ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭയങ്കര ഫ്ലോപ്പായിപ്പോൾ. ഞങ്ങൾ ആദ്യം ഒരു തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവിടെ ഉണക്ക ദോശയും പിന്നെ ചമ്മന്തി ആണെങ്കിൽ ചമ്മന്തി ഇല്ല പോലും, തീർന്നെന്ന്. ഓക്കെ, ചിക്കൻ ഫ്രൈ പറഞ്ഞപ്പോഴത്തേക്ക് അത് ചൂടാക്കാതെ വെറും തണുത്ത് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അടൂര് വന്ന ഫുഡ് കഴിച്ചത്. അടൂര് നമ്മുടെ റെട്ടിയിൽ വന്ന് നല്ല ഫ്രൈഡ് റൈസൊക്കെ അങ്ങോട്ട് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വർക്കലയിലെ ഒരു കാഴ്ചകൾ. നല്ല രസമാണ് കേട്ടോ. വർക്കല ബീച്ച് അടിപൊളിയാണ്. അപ്പോൾ പോകാത്തവരൊക്കെ പോകണം.